ഹലോ മക്കളെ, എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും സ്കൂളിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. വളരെ അടിപൊളിയായിട്ട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മക്കളെ, ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മറ്റൊന്നുമല്ല, നമ്മൾ +1 കഴിഞ്ഞ് ഇപ്പോൾ +2 സ്റ്റാർട്ട് ചെയ്തു അല്ലേ, സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ +2 ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു തുടങ്ങി. നമ്മൾ എങ്ങനെയാണ് +2 കെമിസ്ട്രിയെ അപ്രോച്ച് ചെയ്യേണ്ടത്, +2 കെമിസ്ട്രി നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട്. കാര്യം +2മായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്, മെസ്സേജൊക്കെ ഒരുപാട് വരുന്നുണ്ട്. സർ, +2 ആദ്യം മുതലേ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്, ഏതൊക്കെ ചാപ്റ്ററാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് എത്രയാണ്, ഇങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരോടും കോമൺ ആയിട്ട് ഇത് സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മക്കളെ, ഈ +2 സിലബസിലേക്ക് അല്ലെങ്കിൽ +2 ചാപ്റ്റേഴ്സിലേക്ക് അതിൻ്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലൊക്കെ കടക്കുന്നതിൻ്റെ മുന്നേ എനിക്ക് ഈ സമയം നിങ്ങളോട് ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, മക്കളെ, നിങ്ങളുടെ എയിം എന്താണ് എന്നാണ്. നിങ്ങളുടെ എയിം എന്താണ്? +2 കഴിഞ്ഞ് ഏതു കോഴ്സിലേക്ക് പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്തായിത്തീരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അംബീഷൻ എന്താണ് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങളതൊന്ന് ആദ്യം തന്നെ കമൻറ്റ് ചെയ്യണം എന്നെനിക്ക് അഭിപ്രായമുണ്ട്. ഞാനത് ആദ്യം തന്നെ ചോദിക്കാനുണ്ടായ കാര്യം മറ്റൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം 1-2 ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് കുട്ടികളോട് ചോദിച്ചു. +2 കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയ സമയത്താണ് ചോദിക്കുന്നത്, എന്താണ് +2? ഈ വർഷം +2 നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ അക്കാഡമിക് ഇയർ കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ പ്ലാന്? ഒരുപാട് കുട്ടികൾ എന്താ പറയുക, എനിക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, സയന്റിസ്റ്റ് ആവണം, ഒരു സിവിൽ സർവീസ് ആസ്പിരൻ്റ് ആണ് ഞാൻ, അതിലേക്ക് എനിക്ക് പോവേണ്ടതുണ്ട്, നഴ്സിംഗിലേക്ക് പോവേണ്ടതുണ്ട്, ടീച്ചർ ആവേണ്ടതുണ്ട്, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള മറുപടികൾ അവർ പറഞ്ഞു. ഞാൻ ഹാപ്പിയായി. പക്ഷേ ചില കുട്ടികൾക്ക് ഇപ്പോഴും എന്തില്ല, ഒരു ധാരണയില്ല. ഇപ്പം ചില കുട്ടികൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, സാറേ ഞാനത് തീരുമാനിച്ചിട്ടില്ല, പ്രത്യേകിച്ച് എയിമൊന്നും എനിക്കില്ല. മക്കളെ, ഞാൻ നിങ്ങളോട് സീരിയസ് ആയിട്ട് പറയട്ടെ, കൃത്യമായിട്ടുള്ള ഒരു എയിം നമ്മൾ ഫിക്സ് ചെയ്യേണ്ട സമയം എപ്പോഴോ അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നന്നായിട്ട് ഇരുന്ന് വർക്ക് ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു എയിം ഉണ്ടാവണം എന്നുള്ളതാ. ഒരു എയിം ഉണ്ടാവുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് പഠിക്കാനുള്ള ഒരു പർപ്പസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, നമ്മുടെ കയ്യിൽ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഉണ്ട്. അതൊക്കെ മാറ്റിവെച്ച് കുറച്ച് സമയം പഠനത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഇരിക്കണം എന്നുള്ളൊരു തീരുമാനം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്കൊരു എയിം വേണം. എന്തിന് ഞാൻ കുറച്ച് സമയം ഇരുന്ന് പഠിക്കണം എന്നൊരു തോട്ട് എന്തായാലും വരും. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തന്നെ ഒരു ആൻസർ വേണം. എനിക്ക് ഡോക്ടർ ആവണം, അതിന് ഞാൻ ഇപ്പോൾ നന്നായി ഇരുന്ന് വർക്ക് ചെയ്തേ പറ്റൂ എന്നൊരു തോട്ട് നിങ്ങളുടെ മൈൻഡിൽ ഡെവലപ്പ് ആവണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു എയിം ഉണ്ടാവണം. വളരെ വൈകിയ ഈ വേളയിലും ഞാനത് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം, ഇപ്പോഴും അതില്ലാത്തവരുണ്ട്. നിങ്ങളുടെ പാഷൻ മനസ്സിലാക്കിയിട്ട്, നിങ്ങളുടെ സ്കില്ല് മനസ്സിലാക്കിയിട്ട്, എവിടെയാണ് നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാമെന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു എയിം മക്കളെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യും വേണം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും, ഏതൊരു കോഴ്സിലേക്ക് നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിച്ചാലും, ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ പഠിക്കണമെങ്കിൽ, അതിനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, ഇപ്പോഴുള്ള നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ +2 എന്ന് പറയുന്ന അക്കാഡമിക് ഇയറിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ വർഷം നിങ്ങൾ എത്രത്തോളം നന്നായിട്ടാണോ പഠിക്കുന്നത്, ഈ വർഷം നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് കിട്ടാൻ പോകുന്ന മാർക്ക് എത്രയാണോ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷനിൽ കിട്ടാൻ പോകുന്ന റാങ്ക് എത്രയാണോ, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫ്യൂച്ചർ കിടക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഏത് കോളേജിൽ പഠിക്കണം, ഏത് കോഴ്സിലേക്ക് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ വർഷത്തെ നമ്മുടെ പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ ഈ വർഷത്തെ നമ്മുടെ പെർഫോമൻസിന് വലിയ റോൾ ഉണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഞാനത് ആദ്യം തന്നെ പറഞ്ഞത്.
ഈ വർഷം നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് ഒരു റിക്വസ്റ്റ് നിങ്ങളോടുള്ള എല്ലാ സ്നേഹത്തോടു കൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഈ വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിൻ്റെ ഒരു അവസാനം. ഇനി നമ്മൾ കോളേജിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയാം. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ അതിമനോഹരമായിട്ട് നിങ്ങൾ കൊണ്ടുപോകണം. നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യണം. പക്ഷേ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം, ഈ ഒരു വർഷം ഞാൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ എൻ്റയർ ഫ്യൂച്ചറിനെ അത് ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് എല്ലാ ദിവസവും കുറച്ച് സമയം ഞാൻ പഠനത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞു. ബാക്കിയുള്ള ഒന്നിലും നിങ്ങൾ ഇൻവോൾവ് ആവരുത് എന്നല്ല, എല്ലാത്തിലും ഇൻവോൾവ് ആവണം എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ എല്ലാ ദിവസവും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടൈം പഠനത്തിന് വേണ്ടി നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കണം എന്ന ഒരു റിക്വസ്റ്റ് നിങ്ങളെ മുന്നിലേക്ക് വെക്കുകയാണ്. നിങ്ങളൊക്കെ നല്ല കരിയറിലേക്ക്, നല്ല പ്രൊഫഷനിലേക്ക് എത്തിക്കാണണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് ഞാനത് വെക്കുന്നത്. അപ്പം മക്കളെ, നിങ്ങളുടെ എയിം നിങ്ങൾ കമന്റ് ചെയ്യുക. എയിം ഇല്ലാത്തവർ എയിം ഉണ്ടാക്കുക. നമ്പർ 1. ഇനി മക്കളെ, നമ്മൾ +2 കെമിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം നമുക്ക് 9 ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ വർഷം നമുക്ക് ഒരു അഡീഷണൽ ചാപ്റ്ററും കൂടെ ഉണ്ട്. അങ്ങനെ 10 ചാപ്റ്റേഴ്സ് ആണ് ഈ വർഷം കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. മക്കളെ, ഈ വർഷം കെമിസ്ട്രിയിൽ 10 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൻ്റെ കൂടെ ലാബും കൂടെ ഉണ്ട്. +1 നമുക്ക് ലാബ് ഉണ്ടായിരുന്നില്ല. ലാബ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാര്യം വെക്കേഷൻ മുതൽ തന്നെ നിങ്ങൾ റെക്കോർഡ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് മാത്രമേ ഇനി ബാക്കി ഉണ്ടാവുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾ +2 ക്ലാസ് തുടങ്ങിയത് കൊണ്ട് തന്നെ കെമിസ്ട്രി ലാബിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടാവും. ഒന്നെങ്കിൽ സാൾട്ട് അനാലിസിസോ അല്ലെങ്കിൽ വോളിമെട്രിക് അനാലിസിസോ നിങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടും ഉണ്ടാവും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യം മുതലേ നിങ്ങൾ സ്കീമൊക്കെ കൃത്യമായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. സാൾട്ട് അനാലിസിസിന്റെ സ്കീമൊക്കെ കൃത്യമായിട്ട് ആദ്യം തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവസാനത്തേക്ക് നിങ്ങൾ മാറ്റിവെക്കരുത്. ഇപ്പൊ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ച് അതൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ 100% എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ലാബിൽ നിങ്ങൾക്ക് 1 മാർക്ക് പോലും നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ പെർസെൻറ്റേജ് കൂട്ടാൻ പറ്റുന്ന ഒരു വഴിയാണ് ലാബിൽ നമ്മളൊന്ന് ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത്. ലാബിൽ ടീച്ചേഴ്സൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ലാബ് അറ്റൻഡേഴ്സൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ എന്നാലും ബേസിക് ആയിട്ടുള്ള ഒരു സ്കീമും കാര്യങ്ങളൊക്കെ എഴുതാൻ നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ലാബിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഒരു സംശയവും ഇല്ല. ഇനി നമ്മൾ 10 ചാപ്റ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, +1 എക്സാം കഴിഞ്ഞ് +1 റിസൾട്ട് വന്നതിന് ശേഷമാണല്ലോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആണ്, +1 കെമിസ്ട്രിയുടെ എക്സാം നിങ്ങൾക്കറിയാം, അത് കുറച്ച് ടഫ് തന്നെയായിരുന്നു. ടഫ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ടഫ് ഒന്നുമല്ല, പക്ഷെ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും സാധാരണ ചോദിക്കുന്ന അതേ പാറ്റേണും അങ്ങനെ തന്നെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നില്ല നിങ്ങൾ എഴുതിയ +1 ക്വസ്റ്റ്യൻ പേപ്പർ. അതുകൊണ്ട് തന്നെ പല കുട്ടികളും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, +2 എക്സാം എങ്ങനെയാവും, അത് ടഫാവും എന്ന് നമ്മൾ ഇപ്പം തന്നെ മനസ്സിലാക്കുക. അത് ടഫ് ആവട്ടെ, സിമ്പിൾ ആവട്ടെ, എന്ത് വേണമെങ്കിലും ആവട്ടെ, പക്ഷേ 2026 മാർച്ചിൽ ചോദിക്കാൻ പോകുന്ന കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ടഫായിരിക്കും എന്ന് ഇപ്പം തന്നെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. എന്നിട്ടോ എത്ര ടഫായി കഴിഞ്ഞാലും എൻ്റെ ഫുൾ മാർക്ക് അല്ലെങ്കിൽ എൻ്റെ ഫുൾ A+ലേക്ക് എത്താൻ ആവശ്യമായ കംപ്ലീറ്റ് ലെവലിൽ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഓരോ മാർക്കും നമ്മുടെ പെർസെൻറ്റേജിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ഓരോ പീസ് ഓഫ് നോളജും നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷന് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് മാറും. അപ്പോൾ പഠിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമല്ല. ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം സിമ്പിൾ ആയാൽ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് എൻട്രൻസിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എക്സാമിനേഷൻ +1 ഉണ്ടായിരുന്ന പോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം എന്ന ലെവലിൽ നമ്മൾ പഠിച്ചു തുടങ്ങണം എന്നാണ് മക്കളോട് പറയാനുള്ളത്. ഇനി മക്കളെ, ഈ 10 ചാപ്റ്റേഴ്സിലെ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ്, ഒന്ന് സൊല്യൂഷൻ, 2 ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, D&F ബ്ലോക്ക് എലമെന്റ്സ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഇതിൽ സൊല്യൂഷൻ ഓൾറെഡി നിങ്ങൾ സ്കൂളിൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. നമ്മൾ കോൺസെൻട്രേഷൻ ടേമും ഹെൻറീസ് ലോയും റൗൾസ് ലോയും ഐഡിയൽ ആൻഡ് നോൺ ഐഡിയലും ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ,
അത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മുടെ ചാനൽ ഓൾറെഡി സൊല്യൂഷൻ്റെ ഒരുപാട് വീഡിയോസ് കിടക്കുന്നുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. ലൈവ് ഒക്കെ വരും ദിവസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് സിമ്പിൾ ചാപ്റ്റർ ആണ് സൊല്യൂഷൻ. 8 മാർക്ക് വരെ അവിടുന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ എഴുതിയ വെയിറ്റേജ് ഫിക്സഡ് അല്ല, ഒരു എക്സാമിനും നമ്മുടെ വെയിറ്റേജ് ഫിക്സഡ് ആയിട്ടല്ല വരുന്നത്, അത് വേരി ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു അറൗണ്ട് 8 മാർക്സിന്റെ ക്വസ്റ്റ്യന് സൊല്യൂഷൻ എന്ന് വരുന്നുണ്ട്. എന്നാൽ മക്കളെ, അത് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണേ. ഇലക്ട്രോ കെമിസ്ട്രിയെ നിങ്ങളൊന്ന് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ചാപ്റ്ററാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ റെഡോക്സ് റിയാക്ഷൻ നമ്മൾ അവസാനിപ്പിച്ചത് ഡാനിയൽ സെല്ല് പറഞ്ഞുകൊണ്ടാണ്. ആ ഡാനിയൽ സെല്ല് പറഞ്ഞുകൊണ്ട് റെഡോക്സ് നമ്മൾ നിർത്തിയ അതേ പോയിന്റ് നിന്നാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. മക്കളെ, നിങ്ങൾ ആദ്യം മുതൽ തന്നെ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിയാൽ ഇലക്ട്രോ കെമിസ്ട്രി നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾ ആദ്യം അത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാം, നാളെ പഠിക്കാം, എക്സാം ആവട്ടെ എന്ന് വിചാരിച്ച് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോ കെമിസ്ട്രി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടാവും. കാര്യം അതിൽ കുറേ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്, കുറേ എന്താ പറയുക റിയാക്ഷൻസ് കാണാതെ പഠിക്കാനുണ്ട്. ഒറ്റ ഇരുത്തത്തിന് ഇലക്ട്രോ കെമിസ്ട്രി മൊത്തമായിട്ട് പഠിച്ചു തീർക്കുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആയ കാര്യമല്ല. അപ്പം നമ്മൾ കുറച്ചു നേരം ഇരുന്ന്, ഫോർ എക്സാമ്പിൾ ബാറ്ററീസ് ഒക്കെ വരുന്ന സമയത്ത് ഡ്രൈ സെല്ല് ആദ്യം ഇരുന്ന് പഠിച്ച്, പിന്നെ ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് മെർക്കുറി സെല്ല് പഠിച്ച്, പിന്നെ നമ്മൾ നിക്കൽ കാഡ്മിയം സെല്ല് പഠിച്ച്, പിന്നെ നമ്മൾ ലെഡ് സ്റ്റോറേജ് ബാറ്ററി പഠിച്ച്, അതൊക്കെ കുറച്ച് ബൈഹാർട്ട് ചെയ്യാനുള്ളതാ, എഴുതി എഴുതി പഠിച്ചു അങ്ങനെ മുന്നോട്ട് പോകാനുള്ളതാ. അപ്പൊ അവിടെ നിങ്ങൾ അങ്ങനെ തന്നെ അപ്രോച്ച് ചെയ്യണം. സൊല്യൂഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്ത അത്ര സിംപ്ലിസിറ്റി ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവില്ല. അതാദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ പാർട്ടായിട്ട് സ്കൂളിൽ നിന്ന് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നത്, ഓരോ പാർട്ടും എടുക്കുന്നത് അന്ന് തന്നെ പഠിച്ചു തീർത്ത് അത് നിങ്ങൾ റിവൈസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ കെമിക്കൽ കൈനറ്റിക്സും ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സും കമ്പാരിറ്റീവ്ലി സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത, അത് പുതിയ ഒരു ഏരിയ. കോർഡിനേഷൻ കെമിസ്ട്രി നമ്മൾ +2 ആദ്യം മുതൽ പഠിച്ചു തുടങ്ങുകയാണ്. അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം മുതൽ, ഏറ്റവും ബേസിക് ടേമുകൾ മുതൽ നമ്മൾ +2 കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് അതിന് വളരെ ഇമ്പോർട്ടൻ്റാണ്. ആദ്യം മുതലേ ബേസ് മുതലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ബുദ്ധിമുട്ടായി മാറും കേട്ടോ. കാരണം നല്ല വെയിറ്റേജ്, 10 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പോൾ മക്കളെ, ആദ്യം മുതലേ ആ ശ്രദ്ധ നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഒരു ദിവസമൊക്കെ നിങ്ങൾ ലീവായി കഴിഞ്ഞാൽ, നിങ്ങൾ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് വളരെ പ്രയാസമായി മാറും. അപ്പോൾ ഒന്നും നിങ്ങൾ എന്താ പറയുക ഡിഫിക്കൽട്ടി ലെവലിലേക്ക് കൊണ്ടുപോകരുത്. ആദ്യം മുതലേ നിങ്ങൾ എടുക്കുന്നത് അന്നന്ന് പഠിച്ച് അത് റിയാക്ഷൻസ് ഒക്കെ എഴുതി റിവൈസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാം സിമ്പിൾ ആയിരിക്കും. എല്ലാം അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഡിഫിക്കൽട്ടായി മാറുകയും ചെയ്യും. ഇതാണ് ആദ്യത്തെ 5 ചാപ്റ്റർ. നമുക്ക് എന്താ പറയുക +2 കെമിസ്ട്രിയിൽ 60 മാർക്കിൽ പകുതിയോളം മാർക്ക് ആദ്യത്തെ 5 ചാപ്റ്റർ നന്നായി പഠിച്ചാൽ തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് 5 ചാപ്റ്ററിന്റെ പ്രത്യേകത മക്കളെ, അത് ഓർഗാനിക്കിലെ 5 ചാപ്റ്റർ ആണ്. ഓർഗാനിക് കെമിസ്ട്രി ആണ് ഇനിയുള്ള 5 ചാപ്റ്റർ. 2 പുസ്തകങ്ങളാണ്, 2 പാർട്ടാണല്ലോ +2 കെമിസ്ട്രി. രണ്ടാമത്തെ പാർട്ട് മൊത്തം ഓർഗാനിക് കൊണ്ടുപോയ പാർട്ടാണ്. അതിൽ 5 ഓർഗാനിക് ചാപ്റ്റേഴ്സ് ഉണ്ട്. അവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഫസ്റ്റ് ഇയറിൽ 2 ഓർഗാനിക് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്, 2 ഹൈഡ്രോ കാർബൺ. ഈ 2 ചാപ്റ്ററുകളിൽ നിങ്ങൾ പഠിച്ച ബേസ് നമുക്ക് സ്വാഭാവികമായും +2 ഓർഗാനിക് കെമിസ്ട്രിയിലെ ഈ 5 ചാപ്റ്റേഴ്സ് പഠിക്കാൻ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ പറയുക, ഇനിയും നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്. ആദ്യത്തെ എക്സാം, നമ്മുടെ ക്വാർട്ടർലി എക്സാം ഒക്കെ വരുന്ന സമയത്ത്, ഓണപരീക്ഷ ഒക്കെ വരുന്ന സമയത്ത് ഇതിലുള്ള ഒരു 3 ചാപ്റ്ററൊക്കെയാണ് ഓണപരീക്ഷയ്ക്ക് ഉണ്ടാവുക, ക്വാർട്ടർലി എക്സാമിനേഷൻ ഉണ്ടാവുക. ക്വാർട്ടർലി എക്സാം ഉണ്ടോ എന്ന് തന്നെ ഉള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ നോർമലി സംഭവിക്കുക, എക്സാം ഉണ്ടെങ്കിൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക ുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളൊരു ഹാഫ് ഇയർലി എക്സാം ഒക്കെ ആവുന്ന സമയത്ത്, ഒരു ക്രിസ്മസ് എക്സാം ഒക്കെ ആവുന്ന സമയത്താണ് നമ്മുടെ എന്താ പറയാ ഓർഗാനിക് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ എത്തുക. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതിന്റെ മുന്നേ 2, 3, 4 മാസം കിടക്കുന്നുണ്ട് സിമ്പിളായിട്ട്. അപ്പോൾ ആ 4 മാസത്തിനിടക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെയും ഹൈഡ്രോ കാർബണിന്റെയും ഒരുപാട് ലൈവുകൾ കിടക്കുന്നുണ്ട്, ഒരുപാട് 1 ഷോട്ട് വീഡിയോസ് കിടക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു 1 ഷോട്ട് വീഡിയോ കാണാൻ തയ്യാറാവണം.
ഓക്കെ, അതായത് ഓർഗാനിക് കെമിസ്ട്രിയുടെ 2 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ടൊക്കെ എൻ്റെ ചാപ്റ്റർ കവർ ചെയ്യുന്ന വൺ ഷോട്ട് വീഡിയോ ഉണ്ട്, നിങ്ങൾ അത് കാണണം. എന്നിട്ടോ നിങ്ങൾ ഈ 2 ചാപ്റ്ററിൻ്റെയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതിയെടുത്ത് അത് 1-2 തവണ റിവൈസ് ചെയ്ത് അതുമായിട്ടൊരു ഫെമിലിയാരിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ബേസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ആ ബേസ് നിങ്ങളുടെ കയ്യിൽ സിമ്പിൾ ആയിട്ടുണ്ടെങ്കിൽ ഈ 5 ഓർഗാനിക് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ കഴിയും എന്നുള്ളതാണ്. ബേസ് വളരെ ഇമ്പോർട്ടൻ്റാ. നിങ്ങൾ നാളെ ഇരുന്ന് ഇത് മൊത്തം പഠിച്ചു തീർക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ മുന്നിൽ 2, 3, 4 മാസം ഉണ്ടല്ലോ, അതിനിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 ചാപ്റ്റർ നന്നായി പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഓർഗാനിക്കിലേക്ക് കടന്നു പോവാ. ഓർഗാനിക്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ വർഷം 2 ഓർഗാനിക് ആണെങ്കിൽ ഈ വർഷം 5 ഓർഗാനിക് ഉണ്ട്. സ്വാഭാവികമായും ഓർഗാനിക് ആയതുകൊണ്ട് ഒരുപാട് റിയാക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ടാവും. നിങ്ങൾക്ക് മാത്രമല്ല, ഈ വർഷം +2 കെമിസ്ട്രി ചെയ്യുന്ന എല്ലാവർക്കും പഠിക്കാനുണ്ടാവും. എനിക്ക് മാത്രമാണോ? അല്ല, എല്ലാവർക്കും ഉള്ള കാര്യമാണ് പറയുന്നത്. എല്ലാവർക്കും ഉള്ള ഡിഫിക്കൽറ്റിയെ നിങ്ങൾക്കുള്ളൂ. നിങ്ങൾക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ചൊന്നും എക്സ്ട്രാ തരുന്നില്ല. അതായത് ഈ ഓർഗാനിക്കിൽ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ കുറെ റിയാക്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് നീട്ടി 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 വെച്ച് മാർച്ചിലാണല്ലോ സാർ എക്സാം, അല്ലെ ഡിസംബറിലാണല്ലോ ക്രിസ്മസ് എക്സാം, അപ്പോഴത്തേക്ക് പഠിച്ചാൽ പോരെ എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് സ്കൂളിൽ ഹലോ ആൽക്കെയിൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് എടുക്കുന്നത് അന്ന് തന്നെ പഠിക്കണം. അന്ന് ടീച്ചർ ക്ലാസ്സിൽ എഴുതി തന്ന റിയാക്ഷൻസ് അന്ന് തന്നെ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഹലോ ആൽക്കെയിൻ കംപ്ലീറ്റ് ചെയ്യണം. ഹലോ ആൽക്കെയിൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ആൽക്കഹോളിലേക്ക് എത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഹലോ ആൽക്കെയിനെ മാറ്റി നിർത്തരുത്. നിങ്ങൾ ആൽക്കഹോൾ പഠിച്ചു തുടങ്ങുന്നതിന്റെ മുന്നേ ഹലോ ആൽക്കെയിനിൽ നിങ്ങൾ പഠിച്ച റിയാക്ഷൻസ് ഒന്നുകൂടെ പേപ്പറിൽ എഴുതി നോക്കണം. പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഡെയിലി റിവൈസ് ചെയ്യണം. ഓർഗാനിക്കിൽ അത്രയും റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ പഠിച്ച കാര്യങ്ങൾ ഡെയിലി റിവൈസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ 5 ചാപ്റ്റർ, ആ ചാപ്റ്ററിന് എവിടെ നിന്ന് വേണേലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അത് ഓർത്തെടുത്ത് റിയാക്റ്റന്റും പ്രോഡക്റ്റും അവിടെയുള്ള കാറ്റലിസ്റ്റും റിയേജന്റും എല്ലാം ഓർത്തെടുത്ത് ടെമ്പറേച്ചറും പ്രഷറും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ എഴുതാന്നുള്ള ടാസ്ക്കാണ്. 1-2 റിയാക്ഷൻ ആണെങ്കിൽ കുഴപ്പമില്ല. ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ ഇഷ്ടം പോലെ റിയാക്ഷൻസ് ഉണ്ട്. അങ്ങനെ 5 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ വലിയൊരു എന്താ പറയുക നമ്പർ ഓഫ് റിയാക്ഷൻസ് അവിടെ കാണാതെ പഠിക്കാനുണ്ട്. അത് മാറിപ്പോവാനും മറന്നു പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, അവസാനത്തേക്ക് വെക്കരുത്. ഒരു ഡിസംബർ ആകുമ്പോഴത്തേക്കൊക്കെ എല്ലാം പഠിച്ച് തീർക്കണം നമ്മൾ. പിന്നെ ജനുവരിയും ഫെബ്രുവരിയും കംപ്ലീറ്റ് നമ്മൾ റിവിഷന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് നമ്മുടെ +2 എക്സാം നമുക്ക് എഴുതി തീർക്കാൻ പറ്റും. ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷേ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ ചോദ്യത്തിലേക്ക് വരികയാണ്. മക്കളെ, നമ്മുടെ ലൈഫ് നമുക്ക് സെക്യൂർ ആക്കേണ്ടതായിട്ടുണ്ട്. +2 കഴിഞ്ഞ് നല്ലൊരു കോളേജിൽ നല്ലൊരു കോഴ്സിന് അഡ്മിഷൻ കിട്ടാതെ എവിടെയും എത്താത്ത ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. നമ്മൾ നല്ല കോഴ്സിന് നല്ല കോളേജിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ വാങ്ങി നല്ല മാർക്കോടുകൂടെ പാസ്സായി നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ആളുകളായി മാറി നല്ല സാലറിയോടുകൂടെ വർക്ക് ചെയ്യുന്ന ആളുകളായിട്ട് നമുക്ക് മാറണം. അതിനു വേണ്ടിയിട്ട് ഈ വരുന്ന കുറച്ച് മാസങ്ങൾ നമ്മുടെ ലൈഫിന് വേണ്ടി, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, നമ്മുടെ ഉപ്പക്കും ഉമ്മക്കും വേണ്ടിയിട്ട്, പാരൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തന്നെ വേണ്ടിയിട്ട് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ, കുറച്ച് മാസങ്ങൾ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് കാണാതെ പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുകയല്ല ഞാൻ. നിങ്ങളെ എന്താ പറയുക, ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും ബെസ്റ്റ് ആളുകളായിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് പറയുന്നത്. കെമിസ്ട്രിയിൽ നിങ്ങൾ ഫുൾ മാർക്ക് തന്നെ വാങ്ങണം. അതിന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാം. ഞാൻ നിങ്ങൾക്ക് അത് ചെയ്തു തരുന്നുള്ളതാണ്. അപ്പോൾ മക്കളെ, നിങ്ങളൊന്ന് തയ്യാറാവണം. ഈ +2 കെമിസ്ട്രി നമ്മൾ പൊളിച്ചടക്കും എന്നൊരു കോൺഫിഡൻസിലേക്ക് നിങ്ങൾ എത്തണം. നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, +2 കെമിസ്ട്രി ഞാൻ പൊളിക്കും എന്നുള്ള കോൺഫിഡൻസോടുകൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. മക്കളെ, ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ വർഷം കെമിസ്ട്രിക്ക് A+ കിട്ടിയ +2 കെമിസ്ട്രിക്ക് +1 കെമിസ്ട്രിക്ക് A+ കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ് 30,317 എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഫിസിക്സ് ആവട്ടെ, ബയോളജി ആവട്ടെ, മാത്തമാറ്റിക്സ് ആവട്ടെ,
ഈ 3 സബ്ജക്ട്സിനും 40,000-ലധികം A+കൾ വന്നിട്ടുണ്ട്. ഈ വർഷത്തെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അത്രയും ടഫായിരുന്നു. പുതിയ പാറ്റേണിലേക്കും പുതിയ ക്വസ്റ്റ്യനിലേക്കും മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു സംഭവം, ഈ ഒരു നമ്പർ കുറഞ്ഞു വന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ അടുത്ത വർഷത്തെ +2-ലെ A+ കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ A+-ൽ ഉണ്ടാവണമെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻ മാറിയാലും എങ്ങനെ പാറ്റേൺ മാറിയാലും നമുക്ക് എഴുതാൻ പറ്റുന്ന ലെവലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നല്ലാതെ മറ്റൊരു മാർഗം അതിനില്ല. ഇനി ഫെയിലായ കുട്ടികളുടെ എണ്ണം എടുക്കുക. ഫെയിലായ കുട്ടി 26,221 കുട്ടികൾ +2 കെമിസ്ട്രിയിൽ ഫെയിലായിട്ടുണ്ട്. അവർ എക്സാമിനേഷന് വേണ്ടി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു സബ്ജക്റ്റുകളിൽ ഇത്രയും ഫെയിൽ വന്നിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, പാറ്റേൺ മാറിയിട്ടുണ്ട്, കുറച്ച് ടഫായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വർഷം എന്ന് പറയുന്നത് ഓർഗാനിക്കിൻ്റെ 5 ചാപ്റ്റേഴ്സ് ഒക്കെ ഉള്ളതാ. ഇതൊക്കെ ഒന്ന് ടഫാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവസാനം പോയിട്ട് ഓർഗാനിക് മൊത്തം ഞാൻ അങ്ങ് പഠിച്ചു തീർക്കാമെന്ന് പറഞ്ഞാൽ അത് കഴിയുന്ന കാര്യമല്ല. നമ്മൾ ആദ്യം മുതലേ പഠിക്കണം. ഡിസംബർ ആകുമ്പോഴത്തേക്ക് പരമാവധി തീർക്കണം. പിന്നെ ജനുവരിയും ഫെബ്രുവരിയും റിവിഷന് വേണ്ടി മാത്രം മാറ്റി വെക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. വെൽ പ്ലാൻഡ് ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. ഓരോ ദിവസവും നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, നമ്മുടെ എന്താ പറയുക, ഓരോ ദിവസവും ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റി വെക്കണം. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങളൊക്കെ +2 എക്സാം അടിപൊളിയായിട്ട് എഴുതും എന്ന് ഞാൻ വിചാരിക്കുന്നു. +2 കെമിസ്ട്രി എന്തായാലും നിങ്ങൾ ആ ഫുള്ളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ്? ഈ വർഷം നേടില്ലേ? നിങ്ങളുടെ ഫ്യൂച്ചർ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഈ വർഷം നിങ്ങൾ വർക്ക് ചെയ്യില്ലേ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ +2 കെമിസ്ട്രിയുടെ ഒരു ഓവറോൾ ഐഡിയ എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുക. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.